പി.ടി. ഉഷ, ഷൈനി വിൽസൺ, എം.ഡി. വത്സമ്മ, ബീന മോൾ എന്നിവർക്ക് പിന്നാലെ ട്രാക്കിൽ ഇന്ത്യയുടെ പ്രതീക്ഷകൾക്ക് ചിറക് സമ്മാനിച്ച കേരളത്തിന്റെ വരദാനമാണ് പ്രീജ ശ്രീധരൻ. 2010 ഗാങ്ഷു ഏഷ്യൻ ഗെയിംസിൽ 10,000 മീറ്ററിലും 5,000 മീറ്ററിലും ദേശീയ റെക്കോർഡിട്ട പ്രീജ 19 വർഷത്തെ തന്റെ ട്രാക്കിലെ കരിയർ അവസാനിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. അനിതര സാധാരണമായ ജീവിത പ്രതിസന്ധികൾ മറികടന്നാണ് ട്രാക്കിൽ പ്രീജ റെക്കോർഡുകൾ സൃഷ്ടിച്ചത്. പ്രീജ ശ്രീധരന്റെ 19 വർഷത്തെ ട്രാക്കിലെ അനുഭവങ്ങളാണ് ഇന്ന് വ്യൂ പോയിന്റ് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നത്. പ്രീജ ശ്രീധരനാണ് ഇന്ന് എന്നോടൊപ്പം വ്യൂ പോയിന്റിൽ. പ്രീജ, വെൽക്കം. താങ്ക് യു. പെർഫോമൻസ് മാനദണ്ഡമായിട്ടുള്ള ഏത് കരിയറിലും നമുക്ക് ഒരു ഘട്ടമുണ്ട്, നമ്മൾ പിൻവാങ്ങേണ്ടതായ ഒരു ഘട്ടം. പക്ഷേ പ്രീജയെ സംബന്ധിച്ച് അത് അല്പം നേരത്തെ ആയിപ്പോയി എന്ന് പറഞ്ഞാൽ ശരിയാണോ? അല്ല, ഞാനിപ്പം 19 വർഷമായി സ്പോർട്സിലേക്ക് വന്നിട്ട്. അത് കഴിഞ്ഞ് ഇപ്പോഴാണ് എനിക്ക് ഇപ്പോഴല്ല, ഞാൻ 2-3 വർഷം മുന്നേ തൊട്ട് ഞാനിപ്പോൾ നിർത്താൻ ആലോചിച്ചിരുന്നതായിരുന്നു. അപ്പോൾ എല്ലാവരും എൻ്റെ വീട്ടിൽ നിന്നാണെങ്കിലും ഞാനും പിന്നെ തീരുമാനിച്ചു എന്തായാലും 2014 ഏഷ്യൻ ഗെയിംസിന് ശേഷം നമുക്ക് നിർത്താം എന്നുള്ളത്. അങ്ങനെയാണ് ഇപ്പോൾ ഞാൻ നിർത്തിയത്. നേരത്തെ ആയിട്ടില്ല, കുറേ വർഷമായില്ലേ ഞാൻ ഓടാൻ തുടങ്ങിയിട്ട്. ഞാൻ വായിച്ചിട്ടുണ്ട് 2008 ബീജിംഗ് ഒളിമ്പിക്സ് കഴിഞ്ഞ് വന്നപ്പോൾ പ്രീജ വീട്ടുകാരോട് പറഞ്ഞു, മതി, ഇനി ഞാൻ ഓടാനില്ല എന്ന്. അപ്പോൾ സഹോദരൻ, അമ്മ പ്രോത്സാഹിപ്പിച്ചു, വീണ്ടും ട്രാക്കിൽ തുടരണമെന്ന് പറഞ്ഞു. അങ്ങനെ 2010 അന്ന് അവരുടെ പ്രോത്സാഹനത്തിൻ്റെ പിൻബലത്തിലാണ് 2010 ദേശീയ റെക്കോർഡിടാൻ പ്രീജയ്ക്ക് സാധിച്ചത്. അപ്പോൾ അന്ന് പ്രീജ പിൻവാങ്ങാൻ തീരുമാനിച്ചിരുന്നുവെങ്കിൽ അതൊരു തെറ്റായ തീരുമാനമാകുമായിരുന്നു. അപ്പോൾ ഇനിയും ദീർഘദൂരം ഓടാൻ പ്രീജയ്ക്ക് അതിനുള്ള സ്റ്റാമിന പ്രീജയുടെ കയ്യിലുണ്ട്. എന്നിട്ടും എന്തിനാണ് ഇങ്ങനൊരു വിടവാങ്ങൽ? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കാണെങ്കിൽ ഇപ്പം ഞാൻ ചെയ്താലും ഇനിയിപ്പോഴും ഞാൻ കണ്ടിന്യൂ ചെയ്ത് പോയാലും ഇതിൽ നല്ല ടൈമിൽ ഓടുമെന്ന് എനിക്കറിയാം. പക്ഷേ ഇപ്പോൾ ഞാൻ ഇത്ര വർഷം എൻ്റെ വീട്ടിൽ ഇതുവരെ ഞാൻ വന്നിട്ടുമില്ല. വല്ലപ്പോഴും ഞാൻ ഒന്നും വന്ന് വീട്ടിലൊരു കാര്യത്തിനും പങ്കെടുത്തിട്ടില്ല, വീട്ടുകാരുമായിട്ടൊന്നും താമസിച്ചില്ല. ഇനിയിപ്പോൾ എനിക്ക് തോന്നി ഇനിയിപ്പോൾ എനിക്ക് എന്തായാലും ദൈവം സഹായിച്ച് എനിക്ക് ഇപ്പോൾ ഏഷ്യൻ ഗെയിംസ് മെഡൽ വന്നു, ഒളിമ്പിക്സിന് പോകാൻ പറ്റി, അർജുന അവാർഡ് കിട്ടി. ഇതെല്ലാം ഇനിയിപ്പോൾ ഒരു സ്പോർട്സുകാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ആഗ്രഹമുള്ളത് ശരിക്കും. ഇനിയിപ്പം ഞാനിപ്പോൾ കല്യാണം കഴിഞ്ഞ് ഞാനിപ്പോൾ വേറൊരു വീട്ടിലാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഇനി എന്തായാലും അവരുടെ കൂടെ കുറച്ച് നാൾ എൻ്റെ വീട്ടിൽ നിൽക്കണം. ഇതൊക്കെ കൊണ്ടാണ്. 2006 ഏഷ്യൻ ഗെയിംസിൽ 10,000 മീറ്ററിലും 5,000 മീറ്ററിലും പ്രീജ 5ാം സ്ഥാനത്തായിരുന്നു. 2010 ആകുമ്പോഴേക്കും 2 ഇനങ്ങളിലും സ്വർണവും വെള്ളിയും നേടി ദേശീയ റെക്കോർഡിട്ടു. പക്ഷേ 2014 ഏഷ്യൻ ഗെയിംസ് ആകുമ്പോഴേക്കും പ്രീജയുടെ പ്രകടനം മോശമാകുന്നതാണ് ഇഞ്ചിയോണിൽ കണ്ടത്. ശരിക്കും ഇതിനുള്ള കാരണം എന്താ? 2010 എൻ്റെ കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇവിടുന്ന് പോയ സമയത്ത് എനിക്ക് ടൈമൊക്കെ നാഷണൽ കോമ്പറ്റീഷൻ ഭയങ്കര മോശമായിട്ടാണ് ഞാൻ ചെയ്തത്. അപ്പോൾ ഞാൻ പോയാൽ നല്ല പെർഫോമൻസ് വരത്തില്ല എന്നെല്ലാവരും പറഞ്ഞ് പോകുന്നതിന് കുറച്ച് പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ അവിടെ ചെന്നതിന് ശേഷം ഞാൻ പ്രാക്ടീസിന് 2 ആഴ്ച, ഞാൻ 1 മാസം മുന്നേ പോയിരുന്നു, 2 ആഴ്ച നല്ലപോലെ ട്രെയിനിങ് ചെയ്തു. അതായത് 2010 ഞാൻ ഓടിയേക്കാളും നല്ല ടൈമിൽ ചെയ്തിരുന്നു. അപ്പോൾ ആണെങ്കിൽ സാറിന് എനിക്കാണെങ്കിൽ നല്ല ആത്മവിശ്വാസം ഉണ്ടായിരുന്നു, ഞാൻ എന്തായാലും നല്ല ചെയ്യുമെന്നുള്ളത്. അതിനുശേഷം ഒരു ദിവസം ഞാൻ നല്ലൊരു ലോങ് റണ്ണിങ് കഴിഞ്ഞതിന് ശേഷം ഇനി 2 ദിവസം കഴിയുമ്പോൾ ജലദോഷമായി, ചുമയായി അങ്ങോട്ട്. പിന്നെ കോമ്പറ്റീഷൻ്റെ ഒരു 6 ദിവസം മുന്നേ ഞാനൊരു 4 ഡേയ്സ് ആൻറ്റിബയോട്ടിക്സ് ഒക്കെ എടുത്തിട്ട് ഇങ്ങനെ ഇരുന്നു. എന്നിട്ടും എൻ്റെ ജലദോഷം ഇത് മാറിയില്ലായിരുന്നു, ഹെൽത്ത് അത്ര ശരിയായില്ല എനിക്ക്. ഇതെൻ്റെ കോമ്പറ്റീഷനെ ബാധിച്ചുകൊണ്ടാണ് എനിക്ക് ചെയ്യാൻ പറ്റാതെ വന്നത്. അല്ലെങ്കിൽ തന്നെ ഞാനൊരു 31-30, അതായത് എൻ്റെ ടൈം 10,000 മീറ്റർ ആ റേഞ്ചിൻ്റെ അകത്ത് ഞാൻ കോമ്പറ്റീഷൻ ഓടിയ എൻ്റെ ഹെൽത്തൊക്കെ നല്ലതായിരുന്നെങ്കിലും, പക്ഷേ ദൈവം സഹായിച്ച് ഞാൻ അത്ര ഓടിയത് തന്നെ ദൈവം എൻ്റെ കയ്യിൽ കൊണ്ടാണ്. അപ്പോൾ ഞാൻ ഓടിക്കഴിഞ്ഞ് വന്നപ്പോൾ സാറ് പറഞ്ഞു, എല്ലാവരും കണ്ടപ്പോൾ ചോദിച്ചു മെഡൽ വന്നില്ല അങ്ങനെ പറഞ്ഞു. പക്ഷേ ആണെങ്കിൽ സാറ് പറഞ്ഞു, സാറിൽ ഈ ഹെൽത്തും വെച്ചിട്ട് നിനക്ക് ഇത്രയും നല്ല ടൈം ഓടാൻ പറ്റിയില്ലോ എന്ന് എൻ്റെ സാർ എന്നോട് പറഞ്ഞത്. ഈ കോച്ച് നിക്കോളായ് സെൻസറാവിയോ 2010 കോമൺവെൽത്ത് ഗെയിംസ് കഴിഞ്ഞപ്പോഴും പറഞ്ഞത് യു ആർ മൈ ഗോൾഡ് എന്നാണ്. അങ്ങനെ സാറ് പറഞ്ഞത്. അപ്പോൾ പിന്നെ ഈ പ്രാവശ്യം പറഞ്ഞ പിന്നെയാണെങ്കിൽ എനിക്ക് എന്തായാലും ഞാൻ ഈ വർഷം നിർത്തുമെന്ന് ഞാൻ നേരത്തെ സാറിനോട് പറഞ്ഞിരുന്നു. അപ്പോൾ സാറിനോട് ഞാൻ വരുന്ന സമയത്ത് സാറിനോട് പറഞ്ഞോട്ട്, നീ ആദ്യം നിൻ്റെ ഹെൽത്ത് ആദ്യം ശ്രദ്ധിക്കണം, എന്നിട്ട് നീ വേറെ ഇതിന് പോകാവുള്ളൂ. അതായത് ഇഞ്ചിയോണിലെ മോശം പ്രകടനത്തിന് കാരണം ശരിക്കും ആരോഗ്യകരമായ പ്രശ്നങ്ങൾ, അതുകൊണ്ട് മാത്രം, അല്ലാതെ പെർഫോമൻസിൻ്റെ ആയിട്ട് ഞാൻ ഡൗൺ ആയത് അങ്ങനെ ആയിട്ടല്ല. അതായത് ഞാൻ അതുപോലെ നല്ലപോലെ അവിടെ ട്രെയിനിങ് ചെയ്തിരുന്നു. അതുകൊണ്ട് എന്നിട്ടും എനിക്ക് ആ ആരോഗ്യം വെച്ച് ഞാൻ അത്ര ഓടി. അതുകൊണ്ട് അല്ലാതെ മുന്നൊരുക്ക പരിശീലനങ്ങളുടെ കാര്യത്തിൽ അല്ലെങ്കിൽ പരിശീലകന്റെ ശ്രദ്ധ വേണ്ട രീതിയിൽ കിട്ടാത്തത് കൊണ്ടോ ഒന്നും ആയിരുന്നില്ല ഈ മോശം പ്രകടനം. അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ പ്രീജ ട്രാക്കിൽ നേരിട്ടിട്ടുണ്ടോ? ഉദാഹരണത്തിന് പലപ്പോഴും ഈ ഉയർന്നു വരുന്ന കായിക താരങ്ങൾ, നമ്മുടെ കായിക ലോകത്ത് നിരീക്ഷിക്കുന്നവരെല്ലാം പറയാറുള്ളത്,
നമ്മുടെ കേരള സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് വേണ്ട രീതിയിലുള്ള ഒരു പ്രോത്സാഹനം ഈ കായിക താരങ്ങൾക്ക് കിട്ടുന്നില്ല, ഒരു പരിഗണന കിട്ടുന്നില്ല. ക്രിക്കറ്റിലെ താരങ്ങളെല്ലാം വളരെ വലിയ രീതിയിൽ ആഘോഷിക്കപ്പെടുമ്പോൾ ട്രാക്കിൽ ഓടുന്ന നമ്മുടെ കുട്ടികൾക്ക് വേണ്ട പരിശീലനം കൊടുക്കാനോ അല്ലെങ്കിൽ അവർക്ക് വേണ്ട കോച്ചുകളെ എത്തിച്ചു കൊടുക്കാനോ ഒന്നും മതിയായ രീതിയിൽ ഇടപെടുന്നില്ല എന്നുള്ളത്. അങ്ങനെ ഒരു പരാതി പ്രീജയ്ക്കുണ്ടോ? എനിക്കെന്ന് പറഞ്ഞാൽ എനിക്ക് ചെറിയൊരു പരാതിയുള്ളത്, ഞാനിപ്പോൾ 2005 ഡോക്ടർ നിക്കോളോയ് സാറിൻ്റെ അടുത്ത് ഞാൻ അന്നാണ് നാഷണൽ ക്യാമ്പിൽ പോണത്. നാഷണൽ ക്യാമ്പിൽ ഈ സാറിൻ്റെ അടുത്താണ് ട്രെയിനിങ് ചെയ്തത്. ഈ സാറിൻ്റെ കൂടെ ഞാൻ കണ്ടിന്യൂസ് 5 വർഷം ട്രെയിനിങ് ചെയ്തതിന് ശേഷമാണ് 2010 എനിക്ക് ഇത്രയും നല്ലൊരു പെർഫോമൻസ് വന്നത്. സാറ് ഇതിന് ശേഷം 2010 ഞങ്ങൾ ഏഷ്യൻ ഗെയിംസിന് ശേഷം സാറിൻ്റെ നാട്ടിൽ പോയത്. അപ്പോൾ ഞങ്ങൾക്കൊക്കെ ലീവ് തന്നു. അത് ഞങ്ങളോട് പറഞ്ഞു 2 മാസം കഴിയുമ്പോഴത്തേക്കാവുമ്പോൾ തുടങ്ങും, എല്ലാവരും വരണമെന്നൊക്കെ പറഞ്ഞ് സാറ് ഞങ്ങളെ വിട്ടു. സാറ് വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു, പക്ഷേ സാറിന് വരാൻ പറ്റിയില്ല. സാറിന് ഇപ്പോൾ സാറ് കുറച്ച് സാലറി കൂടുതൽ ചോദിച്ചത്, സാറിൻ്റെ എല്ലാവരും തന്നെ നല്ല പെർഫോമൻസ് കൂടുതലായിരുന്നു. അപ്പോൾ സാറ് സാലറി കൂടുതൽ ചോദിച്ചപ്പോൾ നമുക്ക് കൊടുക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞു. നമ്മുടെ സർക്കാരിന് കൊടുക്കാൻ കഴിഞ്ഞില്ല. ഇല്ല, നമ്മുടെ കേരള ഗവൺമെൻറ് അല്ലേ നമുക്ക് കോച്ച് കൊണ്ടുവരുന്നത്, ഞങ്ങൾക്ക് നമ്മുടെ ഇന്ത്യൻ ഗവൺമെൻറ് വഴിയാണ്. അത് ഇപ്പം പിന്നെയാണെങ്കിൽ വരാൻ പറ്റിയില്ല. പിന്നെ സാറ് പിന്നെയാണെങ്കിൽ ഖത്തറിന് പ്രാക്ടീസിനായിട്ട് അങ്ങോട്ട് പോയിരുന്നു. അതിനുശേഷം പിന്നെ ആ സമയത്ത് ഞാനൊരു 3-4 കോച്ചസിൻ്റെ അടുത്ത് ട്രെയിനിങ്ങിന് പോയിരുന്നു. അപ്പം ഈ വേൾഡിലെ തന്നെ നമ്പർ 1 കോച്ചിൻ്റെ അടുത്ത് വരെ ഞാൻ ട്രെയിനിങ്ങിന് പോയത്. അതായത് കെനിയയിൽ ഒരു ഇറ്റാലിയൻ കോച്ചായിരുന്നു എൻ്റെ ട്രെയിനിങ്ങിന്. അതിനുശേഷമാണ് ഈ വർഷം 2014 ഏഷ്യൻ ഗെയിംസിൻ്റെ സമയമായപ്പോഴത്തേക്കും പിന്നെ ഞങ്ങൾ സായി സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ ഫെഡറേഷൻ ഗവൺമെൻറ്റിനോട് പറഞ്ഞു ഞങ്ങൾക്ക് നിക്കോളോയ് സാറിനെ വേണം, സാറിൻ്റെ അടുത്ത് നല്ല ട്രെയിനിങ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന്. പക്ഷേ ഈ നിക്കോളോയ് സാർ 2010 തൊട്ട് ഇപ്പോൾ ഇത് 14 വരെ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ ഇതിലും നല്ല പെർഫോമൻസ് വന്നേനെ. ഈ രാജ്യാന്തര മത്സരങ്ങളിൽ പ്രീജിയെ പോലുള്ള താരങ്ങൾ ചെല്ലുന്നത് രാജ്യത്തെ പ്രതിനിധീകരിച്ചാണ്. മത്സരത്തിൽ തോറ്റ് പിൻവാങ്ങി വരുമ്പോൾ നിങ്ങളെ കുറ്റപ്പെടുത്തുകയും ജയിച്ച മെഡലുകളെല്ലാം നേടി വരുമ്പോൾ രാജ്യം ആഘോഷിക്കുകയും ചെയ്യുന്ന ഒരു പ്രവണതയുണ്ടോ അത്ലറ്റുകളെ സംബന്ധിച്ച്? അതൊക്കെ ഉണ്ട്. അതെന്തായാലും എല്ലായിടത്തും ഉള്ള കാര്യമാണ്. നമ്മൾ മെഡൽ എല്ലായിടത്തും ഉള്ള കാര്യമല്ല, അതല്ല ഞങ്ങളുടെ എന്തായാലും ഉള്ളത്. എനിക്കൊക്കെ അനുഭവം ഉള്ളത്, നമുക്ക് മെഡൽ ഉണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ അടുത്ത് വരും. അപ്പോൾ മെഡൽ ഇല്ലെന്ന് കാണുവാണെങ്കിൽ അതിപ്പോൾ നമ്മൾ എത്ര ചെയ്തു അങ്ങനെ ആരും ടൈമിങ് ബേസ് ആരും നോക്കുന്നത്. പുറത്തുനിന്നുള്ള മനുഷ്യർക്കും അറിയത്തില്ല, ആൾക്കാർക്കും അറിയത്തില്ല. പക്ഷേ ആണെങ്കിൽ ഈ ഫീൽഡിലുള്ള ആൾക്കാർക്ക് അറിയാം, ഞങ്ങൾ ഈ ടൈമിലൂടെ ആൾ അവിടെ ചെന്ന് ഇത്ര നല്ല ടൈമിൽ ഓടിയാലും അവർ പറയും മെഡൽ വന്നില്ലല്ലോ എന്നേ പറയുള്ളൂ. അങ്ങനെ ഇഷ്ടംമാതിരി അനുഭവങ്ങൾ നമുക്കൊക്കെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ മെഡൽ ഉണ്ടെങ്കിൽ എല്ലായിടത്തും ഒരു വിലയുള്ളൂ. അത് ദീർഘദൂര ഓട്ടക്കാർ മലയാളികളെ സംബന്ധിച്ച് വളരെ കുറവാണ്. നമ്മുടെ മലയാളി താരങ്ങൾ പെൺകുട്ടികളെല്ലാം തന്നെ ഇപ്പോൾ PT ഉഷ മുതൽ അവിടെ നിങ്ങോട്ടുള്ള എല്ലാവരും തന്നെ 400 മീറ്റർ 800 മീറ്റർ ഓട്ടത്തിൽ പ്രാഗൽഭ്യം തെളിയിച്ചിട്ടുള്ളവരാണ്. പക്ഷെ പ്രീജ ഒരു ദീർഘദൂര ഓട്ടക്കാരിയായി മാറി കേരളത്തിൻ്റെ അഭിമാനമായി. ഒരു ദീർഘദൂര ഓട്ടക്കാരിയുടെ സ്റ്റാമിന പ്രീജയിൽ ഒളിഞ്ഞിരിപ്പുണ്ട് എന്ന് ആരാണ് ആദ്യം തിരിച്ചറിഞ്ഞത്, കണ്ടെത്തിയത്? PR രണേന്ദ്രൻ എന്ന് പറഞ്ഞ സാറാണ്. ഞാൻ രാജക്കാട് ഗവൺമെൻറ് ഹൈസ്കൂളിൽ പഠിച്ചിരുന്ന കാലത്താണ് സാർ എന്നെ കണ്ടെത്തിയത്. ഞാൻ സ്കൂളിലൊക്കെ ഇങ്ങനെ കളിക്കാനൊക്കെ പോകുന്നുണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു ആൻറ്റിയുടെ വീട്ടിൽ സാറ് വന്നിരുന്നു. അപ്പോൾ സാറ് വന്നപ്പോൾ എന്നോട് പറഞ്ഞു, നീ ഗ്രൗണ്ടിൽ വാ, ഓടാൻ വാ എന്ന് പറഞ്ഞ് സാറാണ് എന്നെ വിളിച്ചത്. അപ്പം ഞാൻ അങ്ങനെ ചെന്നു. അവിടെ ചെന്ന് ചേച്ചിമാരും കൂടി ഓടിയപ്പോൾ ഏറ്റവും മുന്നിലൊക്കെ വന്നു. ലോങ് ഓടിയപ്പോൾ ചെറിയ ഡിസ്റ്റൻസ് ഓടിയപ്പോഴത്തേക്ക് ഞാൻ പുറകിലൊക്കെ ആയിരുന്നു. പിന്നെ ഞാൻ അവരോട് കണ്ടിന്യൂസ് പ്രാക്ടീസ് ചെയ്ത് സാറാണ് എന്നെ സാറിന് പിന്നെ ഞാൻ ആ സമയത്ത് സ്റ്റേറ്റ് ലെവലിലൊക്കെ മെഡൽ വരാൻ തുടങ്ങി. 2 വർഷം കഴിഞ്ഞപ്പം പിന്നെ സാറിന് സ്ഥലം മാറ്റം കിട്ടി മുട്ടം ഗവൺമെൻറ് ഹൈസ്കൂളിലേക്ക്. അപ്പോൾ സാറിൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് 2 വർഷം ഞാൻ സാറിൻ്റെ വീട്ടിൽ കരികുന്നത്ത് നിന്നാണ് പഠിച്ചത്, 9ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലും. പിന്നെ സാറ് തന്നെയാണ് പാല അൽഫോൺസോ കോളേജിൽ എന്നെ കൊണ്ട് ചേർത്തത്. പ്രീജ, നമ്മൾ കണ്ടിട്ടുള്ള ഈ കായിക താരങ്ങൾ അത്ലറ്റുകൾ ഇപ്പോൾ PT ഉഷ, MD വത്സമ്മ, ഷൈനി വിൽസൺ, ഇവരുടെയൊക്കെ ഒരു ഫിസിക്ക്, ഇവരുടെ ഒരു ശാരീരിക ക്ഷമത നമ്മുടെ കാഴ്ചയിൽ തന്നെ ഒരു അത്ലറ്റിന് ചേർന്നാണ്. പക്ഷേ പ്രീജ ഒരു സിനിമാ താരത്തെ പോലെ, പിന്നെ വലിയൊരു ഒരു സൈസുള്ള ആളല്ല. അപ്പോൾ ഒരു ദീർഘദൂരം എന്ന് പറയുന്നത് കൃത്യമായ ടൈമിംഗ് ആവശ്യമാണ്. അത് ഊർജ്ജത്തിൻ്റെ കാര്യത്തിൽ, എനർജിയുടെ കാര്യത്തിൽ ഒരു കൃത്യമായ നിയന്ത്രണം ആവശ്യമാണ്, വലിയൊരു പ്ലാനിങ് ആവശ്യമാണ്. അപ്പോൾ വളരെ വലിയ ഫിസിക്കുള്ള ആളുകൾക്കൊപ്പം ഓടേണ്ടി വരുന്നൊരു സാഹചര്യമില്ല. ഇതൊക്കെ എങ്ങനെയാണ് നിയന്ത്രിച്ച് മുന്നോട്ട് പോകുന്നത്? ശരിക്കും ഞങ്ങൾ ലോങ് ഡിസ്റ്റൻസുകാർ കുറച്ച് സ്ലിം ആയിരിക്കും, അതായത് അവരെ പോലെയല്ല ഞങ്ങളെല്ലാവരും തന്നെ. എനിക്കാണെങ്കിൽ വെയിറ്റ് നല്ല കുറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പെർഫോമൻസ് നല്ലതായിട്ട് കൂടും. ഇച്ചിരി വെയിറ്റ് കൂടിക്കഴിഞ്ഞാൽ എനിക്ക് അത് ഭയങ്കര ബാധകമായിരിക്കും. എൻ്റെ ഖനം കുറയുമ്പോൾ നമ്മൾ വേഗത ഞങ്ങൾക്ക് നല്ലപോലെ ഓടാൻ പറ്റും. അതാണ്. പിന്നെ ഞങ്ങൾ ഫുഡിൽ നല്ല കൺട്രോളുണ്ട് ഞങ്ങൾക്കാണെങ്കിൽ.
അതൊക്കെയാണ് കൂടുതൽ എനിക്ക് സഹായിച്ചത്. പിന്നെ ഈ ഓരോ ദിവസം തന്നെ ഞാൻ 10-40 കിലോമീറ്റർ ഓടുന്നുണ്ട്. അപ്പോൾ ഇത്രയോ വർഷമായിട്ട് ഈ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ എന്തായാലും ഇതിങ്ങനെ തന്നെയായിരിക്കും ഞങ്ങളെല്ലാവരും. ഈ രണേന്ദ്രൻ സാറിൻ്റെ കാര്യം പറഞ്ഞല്ലോ, രാജാക്കാട്ട് ഒരു സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ചെറിയ കുട്ടിയായിരുന്നപ്പോൾ തന്നെ മാഷിന് മനസ്സിലാകുന്നു ഒരു ദീർഘദൂര ഓട്ടക്കാരി പ്രീജയിൽ ഒളിഞ്ഞിരിപ്പുണ്ട് എന്ന്. അപ്പോൾ ആദ്യമായി ഓട്ടത്തിലേക്ക് ഇതാണ് പ്രീജയുടെ വഴി എന്ന് പറഞ്ഞ് അദ്ദേഹം കൂട്ടിക്കൊണ്ട് വരുമ്പോൾ പ്രീജയ്ക്ക് എന്താണ് ആത്മവിശ്വാസം നൽകിയിരുന്നത്? എനിക്ക് ഇങ്ങനെയെല്ലാം ഓടി രാജ്യത്തിൻ്റെ ഒരു പ്രതീകമായി ഒരു സിമ്പലായി മാറാൻ കഴിയുമെന്നൊക്കെ പ്രതീക്ഷിച്ചിരുന്നു? അന്ന് എനിക്ക് ഒന്നും അറിയില്ലായിരുന്നു. എനിക്ക് അറിയില്ല ഓടുന്ന, എല്ലാവരും ഓടുന്നു, ഞാനും കൂടി ഓടുന്നു, അങ്ങനെയേ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞപ്പം ഞാൻ പിന്നെ ഞങ്ങളുടെ നാട്ടിലുള്ള 2-3 പേര് നല്ലപോലെ ഓടുന്നു, സ്കൂൾ സ്റ്റേറ്റിനൊക്കെ മെഡൽ വന്നു. അപ്പോൾ അവർക്കൊക്കെ വലിയ സ്വീകരണങ്ങളൊക്കെ, അപ്പം ഞങ്ങളൊക്കെ കാണാൻ പോയി നിൽക്കുമായിരുന്നു. അപ്പം ഞാനും ആഗ്രഹിച്ചിട്ടുണ്ട്, ഞങ്ങളും ഓടുന്നുണ്ടല്ലോ, ചിലപ്പോൾ ഞങ്ങൾക്കും മെഡൽ കിട്ടിക്കഴിഞ്ഞാൽ ഇതുപോലെയൊക്കെ കിട്ടും എന്നങ്ങ് ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. പിന്നെ സാറിൻ്റെ അടുത്ത് സാറ് പിന്നെ സ്ഥലം മാറിപ്പോയപ്പോൾ എന്നെയും കൊണ്ടുപോയില്ല സാറിൻ്റെ അടുത്തേക്ക്. അപ്പം അമ്മയും ചേട്ടനുമാണ് എന്നെ ശരിക്കും വിട്ടത്. ആ സമയത്തൊന്നും ഞാൻ ഇത്ര കൂടുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. ഈ അന്നത്തെ കാലത്ത് ഇതിൻ്റെ പരിശീലനം, തുടക്കത്തിൽ പരിശീലനമൊക്കെ എവിടെയായിരുന്നു? ഈ നാട്ടുവഴികളിലായിരുന്നു ഓടിയിരുന്നത്. അന്ന് ട്രാക്കിലൊക്കെ ഓടാൻ പറ്റുക എന്ന് പറയുന്നത് വലിയ പ്രയാസമായിരുന്നില്ലേ? അന്ന് ഞങ്ങൾക്ക് രാജാക്കാട് ഗവൺമെൻറ് സ്കൂളിലൊരു 200 മീറ്റർ ഇല്ല, 150 മീറ്റർ ചെറിയൊരു ട്രാക്കുണ്ട്. അതിൻ്റെ അകത്തോടെ സാറ് ഓടിക്കും. പിന്നെ റോഡുണ്ട്, ഞങ്ങൾ ആ മെയിൻ റോഡിൽ കൂടെയൊക്കെ ആയിരുന്നു ഓടിക്കൊണ്ടിരുന്നത്. അപ്പോൾ പിന്നീട് ട്രാക്കിലേക്ക് മാറുന്നത്? അത് കഴിഞ്ഞ് കോമ്പറ്റീഷനൊക്കെ ട്രാക്കിലാണ് ശരിക്കും ചെയ്യുന്നത്. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ സാറെ കരിങ്കുന്നത്ത് തന്നെ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ അവിടെ കരിങ്കുന്നം സ്കൂളിലാണെങ്കിൽ 200 മീറ്റർ ട്രാക്കുണ്ട്. അങ്ങനെയാണ് പിന്നെ ട്രാക്കിൽ കൂടെയൊക്കെ ഓടിയത്. പിന്നെ റോഡ് ഓടുന്ന സമയത്ത് റോഡ് അല്ലാതെ ട്രാക്ക് വർക്കൗട്ട് ഫുൾ അവിടെ ചെയ്യാൻ തുടങ്ങി. ഈ പ്രീജയുടെ ഈ ഒരു ശാരീരിക ഊർജ്ജം എന്നതിനപ്പുറത്ത് ഒരു മാനസിക ഊർജ്ജത്തിൻ്റെ രഹസ്യം എന്താണ്? കാരണം നടൻ മുകേഷ് ഒരിക്കൽ പ്രീജയെ പറ്റി പറഞ്ഞിട്ടുണ്ട്, പ്രീജ ശ്രീധരനോടൊപ്പം നിന്ന് സംസാരിക്കുമ്പോൾ ഒരു പോസിറ്റീവ് എനർജിയാണ് എപ്പോഴും ഫീൽ ചെയ്തതെന്ന്. അങ്ങനെ പറഞ്ഞിട്ടില്ലേ? ഉണ്ട്. അതായത് ഞാൻ എല്ലാം പോസിറ്റീവായിട്ട് കാണും, ഒന്നും നെഗറ്റീവായിട്ട് അങ്ങനെ ശ്രമിക്കുന്നത്. അതായത് എൻ്റെ അമ്മയും ചേട്ടനും പണ്ട് ഞാൻ ഇതിൽ വന്ന സമയത്ത് എന്നോട് പറഞ്ഞു, നമ്മളെ പറ്റി ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയും, സ്പോർട്സിൽ ചിലപ്പോൾ തോറ്റുപോകും ജയിക്കും, എന്നാലും പോലും എല്ലാം നമ്മളാണെങ്കിൽ ഒരു സൈഡിൽ കൂടെ കേൾക്കുക, ഒരു സൈഡിൽ കൂടെ ഇവിടെ നല്ലത് മാത്രം അതിൽ നിന്ന് എടുക്കുക, വേറെ ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് പിന്നെ ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം ഉണ്ടെന്നാണ് എൻ്റെ എപ്പോഴും ഒരു വിശ്വാസം. ഈ പരിശീലന കാലത്ത് എന്തെങ്കിലും ദുരനുഭവങ്ങൾ പ്രീജയ്ക്കുണ്ടോ? കാരണം പലപ്പോഴും ഈ കായിക താരങ്ങൾ അവരുടെ ഒരു സുവർണ്ണകാലം കഴിഞ്ഞ് പിന്നെ അവർ നടത്തുന്ന അഭിമുഖങ്ങളിലെല്ലാമാണ് ഇത്തരം കാര്യങ്ങൾ തുറന്നു പറയാറുള്ളത്. അതായത് ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, അതല്ലെങ്കിൽ സ്വജനപക്ഷപാതം ഉണ്ടാവുക, വേദനിപ്പിക്കുക, മനഃപൂർവ്വം സൈഡ് ലൈൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക, വേണ്ടത്ര പരിഗണന തരാതെ മാറ്റി നിർത്തുക, ഇങ്ങനെയൊക്കെയുള്ള ദുരനുഭവങ്ങൾ പ്രീജയ്ക്ക് എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? എനിക്ക് തോന്നുന്നു അതൊക്കെ പറയാവുന്ന ഏറ്റവും നല്ലൊരു അവസരം കൂടിയാണ്. ഇല്ല, എനിക്ക് ഇതുവരെ അങ്ങനത്തെ ഒരു പ്രശ്നം വേറെ പുറത്തുനിന്നൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ഇടയ്ക്കൊക്കെ എനിക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും ഒക്കെ എന്നെ എന്തെങ്കിലും പറയും, അങ്ങനെയൊക്കെ ഉണ്ടായിട്ടേ ഉള്ളൂ. അതായത് ഈ സഹപ്രവർത്തകർ, ഇപ്പോൾ ഇതൊരു വളരെ കോമ്പറ്റീഷൻ നിറഞ്ഞൊരു മേഖലയാണല്ലോ. ഇപ്പോൾ ട്രാക്കിലുള്ള മത്സരം എപ്പോഴെങ്കിലും ഈ സ്വകാര്യ ജീവിതത്തിൽ അല്ലെങ്കിൽ ട്രാക്കിന് പുറത്തേക്ക് സംഭവിച്ചിട്ടുണ്ടോ? ആരെങ്കിലും ആ തരത്തിൽ മത്സരത്തിൽ പ്രീജ തോൽക്കണമെന്ന് കരുതുകയോ അല്ലെങ്കിൽ തോറ്റതിനെ ആഘോഷിക്കുകയോ അങ്ങനെ വേദനിപ്പിക്കുകയോ കരയിപ്പിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടോ? ഈ ചെറിയ ആദ്യമേക്ക് എനിക്ക് വിഷമം തോന്നുമായിരുന്നു. അങ്ങനെ ഇഷ്ടംമാരും ഉണ്ടാകും. അതായത് എൻ്റെ കൂടെ ഓടുന്ന കുട്ടികൾ ജയിക്കുമ്പോൾ ഞാൻ പുറകിൽ വരുന്ന സമയത്താണെങ്കിൽ അവരാണെങ്കിൽ അവിടെ കേക്ക് മുറി, മുട്ടായി വിതരണം, പടക്കം പൊട്ടിക്കലൊക്കെ നടത്തും. അത് കോമൺവെൽത്തിൻ്റെ സമയത്താണെങ്കിൽ നമ്മുടെ കവിത മെഡൽ വന്നു. അപ്പോൾ കവിതയോട് കൂടിയുള്ള പിള്ളേരെല്ലാം ആണെങ്കിൽ അവിടെയാണ് കേക്ക് മുറിയും പിന്നെ പടക്കം പൊട്ടിക്കലും അങ്ങനെയൊക്കെ വലിയൊരു പരിപാടി. അപ്പോൾ എനിക്കത് ചെറിയൊരു വിഷമം വന്നു. അല്ലാതെ പിന്നെ ഞാൻ എപ്പോൾ തോറ്റാലും എല്ലാവർക്കും സന്തോഷമുള്ള ഒരു ഫീൽ. അങ്ങനെയാണ് ഞങ്ങളുടെ കൂടെയുള്ള എല്ലാ ആൾക്കാരും. അങ്ങനെ നമ്മുടെ കൂടെയുള്ള ആൾക്കാരല്ല, കുറച്ച് ആൾക്കാരുണ്ട് അങ്ങനെ. നമ്മൾ ഒരിക്കലും നന്നാകാൻ ആരും ആഗ്രഹിക്കാത്തൊരു ഫീൽഡാണ് സ്പോർട്സ് ഫീൽഡ് എന്നാണ് എനിക്ക് ഇത്രയും വർഷത്തിനിടയ്ക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം. 19 നീണ്ട വർഷങ്ങൾക്ക് ശേഷമാണ് ട്രാക്കിൽ നിന്ന് പ്രീജ വിട പറയാൻ ഒരുങ്ങുന്നത്. അങ്ങനെ ഒരു വ്യക്തി ഇത്ര സന്തോഷത്തിലിരിക്കുന്നത് കാണുമ്പോൾ അത്ഭുതം തോന്നുന്നു. ഇത്ര സന്തോഷത്തോടു കൂടി ഒരു വിടവാങ്ങൽ നടത്തുന്ന ഒരു കായിക താരത്തെ ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. എനിക്ക് ഒത്തിരി സന്തോഷം. എന്താ എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഞാൻ ചെയ്തിട്ടുണ്ട്, ഇനിയും എനിക്ക് ചെയ്യാൻ കഴിവുള്ളൂ എന്നുള്ള കാര്യം എനിക്ക് വിശ്വാസമുണ്ട്. പിന്നെയാണെങ്കിൽ എനിക്ക് ആദ്യം ഞാൻ നിർത്തുമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് അത്ര വിഷമമൊന്നും തോന്നിയില്ല. ഇപ്പം പിന്നെ ഇപ്പോഴൊക്കെ എല്ലാവരും ചോദിക്കുമ്പോൾ ഉള്ളിലൊരു ചെറിയ വിഷമമുണ്ട്.